ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധാനം വർഷങ്ങളായി കേരള പോലീസിനെ കുഴയ്ക്കുന്ന വിഷയമാണ്. ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. തിരോധാന കേസിൽ നിന്ന് കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. ജൈനമ്മ കൊലപാതക കേസിൽ റിമാൻഡിലുള്ള സെബാസ്റ്റ്യന്റെ അറസ്റ്റ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത തിരോധാന കേസാണ് 9 വർഷങ്ങൾക്ക് ശേഷം കൊലപാതക കേസായി മാറുന്നത്. ഏറ്റുമാനൂർ ജൈനമ്മ കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിൽ സാഹചര്യ തെളിവുകൾ മുഖവിലക്കെടുത്താണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന് ഉറപ്പിക്കുന്നത്. ചേർത്തല കോടതിയിൽ കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ കൂടി ചേർത്ത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. അറസ്റ്റിലേക്ക് കടക്കാൻ ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. ഇതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനം. തങ്ങൾ ഉന്നയിക്കുന്ന വാദം ഒടുവിൽ പോലീസ് അംഗീകരിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ അംഗം KR രൂപേഷ് പറഞ്ഞു. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് സെബാസ്റ്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചുമത്തണമെന്നുള്ളത്. ഇന്ന് നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള അറിയാൻ സാധിച്ചു. കൊലക്കുറ്റത്തിനടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അവസാനം നമുക്കറിയാം ജൈനമ്മയുടെ കേസിലേക്ക് കൊലക്കുറ്റത്തിലേക്ക് തന്നെ അത് 100% സെബാസ്റ്റിനാണ് എന്ന തരത്തിലേക്ക് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ജൈനമ്മ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതോടെയാണ് ബിന്ദു പത്മനാഭൻ കേസും വീണ്ടും ചൂടുപിടിച്ചത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത ആളുകളിൽ നിന്ന് വീണ്ടും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 2006 മുതൽ ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണക്കുകൂട്ടൽ. 2017 രജിസ്റ്റർ ചെയ്ത കേസ് ആയതുകൊണ്ട് ക്രൈം നടന്നതും അന്വേഷണം ആരംഭിക്കാൻ വൈകിയതുമായ ഇടവേള കേസിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഒപ്പം പഴയ അന്വേഷണ സംഘം വരുത്തിയ വീഴ്ചകളും തിരിച്ചടിയാകുന്നു. ജൈനമ്മ കേസിൽ പിടിവീണ സെബാസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ശരണ്യ സ്നേഹജൻ, News 18 ആലപ്പുഴ. നാട്ടിലെ